എമ്മൗസ് വില്ലയ്ക്ക് കാർഷിക പുരസ്കാരം. സംസ്ഥാനത്തെ മികച്ച സ്പെഷ്യൽ സ്കൂളിനുള്ള അംഗീകാരത്തിന് പിന്നാലെ മികച്ച കാർഷിക വിദ്യാലയത്തിനുള്ള അവാർഡ് സ്വന്തമാക്കി എമ്മൗസ് വില്ല. സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച കാർഷിക അവാർഡ് ഈ വർഷം എമ്മൗസ് വില്ല സ്പെഷ്യൽ സ്കൂളിനാണ് ലഭിച്ചത്. വർഷങ്ങളായിട്ട് ഞങ്ങളിവിടെ പച്ചക്കറിത്തോട്ടം വളരെ ഭംഗിയായി ക്രമീകരിച്ചിട്ടുണ്ട്. അത് ഈ വർഷവും ഞങ്ങൾ തുടരുന്നുണ്ട്. കുട്ടികളെ നന്നായി പച്ചക്കറി നടാനും അതിൻ്റെ വിളവെടുക്കാനും ഒക്കെ ഞങ്ങൾ പഠിപ്പിക്കുകയും കുട്ടികൾക്കതിൽ വളരെ താല്പര്യവുമുണ്ട്. 4-5 വർഷം മുമ്പ് ഞങ്ങൾക്ക് കൃഷിഭവനിൽ നിന്ന് ഒരു പോളി ഹൗസ് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ഞങ്ങൾക്ക് ഒന്ന് കഴിഞ്ഞാൽ തുടരെ അതിൽ കൃഷി ചെയ്യുന്നതിനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഈ പച്ചക്കറിത്തോട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന ധാരാളം കൃഷി ഇനങ്ങൾ ഞങ്ങളിവിടെ കുട്ടികളുടെ ഭക്ഷണത്തിന് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം മീൻ വളർത്തൽ, വിവിധ ഇനം കോഴികൾ, നല്ല ഒരു പശു ഫാം, ഇതെല്ലാം ഞങ്ങൾക്കിവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇതിലെല്ലാം വളരെ മികവ് നേടുന്നുണ്ട്. വീട്ടിൽ പോയി കുട്ടികൾക്ക് ഇതൊക്കെ ചെയ്യാനും വളരെയേറെ താല്പര്യമുണ്ട്. വിദ്യാലയത്തിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ വിളയിച്ചെടുത്ത വിഷരഹിതമായ പച്ചക്കറികളാണ് ഇവിടുത്തെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനായി നൽകുന്നത് എന്നത് ഈ നേട്ടത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നു. ഫ്രാൻസിസ് അസീസി പ്രകൃതിയെ ഇത്രയും അധികം സ്നേഹിച്ച വേറെ വ്യക്തിത്വമില്ല. അതുകൊണ്ടാണ് ഫ്രാൻസിസ് അസീസിയുടെ ആ ചൈതന്യത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഓരോ കൃഷികളും ചെയ്യുന്നത്. ഈ കൃഷി ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ദൈവം ഇങ്ങനെയാണ് ഓരോ മനുഷ്യനെ വളർത്തുന്നതെന്ന്. ആദ്യം അതിൻ്റെ വിത്ത്, പിന്നെ ആ വിത്ത് മുളച്ചു വരുമ്പോൾ ആ വിത്തിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാകുന്നു. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതം എന്നൊക്കെ നമ്മൾ അവരെ പറഞ്ഞ് നമുക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ കൃഷി കാര്യങ്ങളിലൂടെയാണ്. കൃഷി കാണുമ്പോൾ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതുപോലെ നിങ്ങൾ വളർന്ന് വലുതാകുമ്പോൾ നിങ്ങൾക്കും കൂടുതൽ ഫലം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ ദൈവമാണ് ഇതൊക്കെ വളർത്തുന്നത് എന്ന് നമ്മൾ അവരെ കൃത്യമായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ബോധ്യത്തിലാണ് അവരെപ്പോഴും നമ്മളോട് കൂടെ ഈ കൃഷി കാര്യങ്ങളിലൊക്കെ ഇറങ്ങി വരുമ്പോഴും അവരും ഇതുപോലെ തന്നെ ആദ്യമേ തന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവർ ഓരോ കാര്യങ്ങൾ അവർ ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നത്. ഇവിടെ വന്നിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എക്സൽ, വേഡ്, ടീച്ചേഴ്സ് മീറ്റിംഗ്, പിന്നെ കുറേ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ടീച്ചർമാരെ കുറിച്ച് സംസാരിക്കാനൊക്കെ കുറേ പഠിച്ചു. ആദ്യം ഒന്നും സംസാരിക്കില്ലായിരുന്നു. പിന്നെ കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു, ടൈപ്പും പോലും അറിയില്ലായിരുന്നു. അതൊക്കെ പഠിച്ചു. ഇപ്പോൾ അത്യാവശ്യം എന്ത് വർക്ക് വന്നാലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാനും കുറച്ചുപേരും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് അന്നത്തെ ദിവസം തന്നെ എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൃഷി ചെയ്ത് ഞങ്ങൾ പയർ കൃഷി ചെയ്ത്, ക്യാബേജ്, ചോളം, ഇലക്ക കൃഷികൾ, അങ്ങനെ കുറേ കൃഷികൾ നടത്തി. പിന്നെ ഞങ്ങളത് അതിന് ഡെയിലി വൈകുന്നേരങ്ങളിൽ വെള്ളം ഒഴിക്കുകയും അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത്
എന്തെങ്കിലും വളയിടുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ കൂടുതൽ വേറെ ചേട്ടായിമാരൊക്കെ ഉണ്ട്, അവരൊക്കെ സഹായിക്കും. കൃഷിക്ക് പുറമെ കുട്ടികളുടെ സർഗാത്മകത വളർത്തുന്നതിനായി ബാൻഡ് സെറ്റ് ഉൾപ്പെടെയുള്ള പ്രത്യേക പരിശീലനങ്ങളും ഇവിടെ നൽകി വരുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ കുട്ടികളുടെ ആത്മവിശ്വാസം ഉയർത്തുന്നതിനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനും സഹായകമാകുന്നു. ഞങ്ങൾക്കിവിടെ നല്ല ഒരു ബാൻഡ് സെറ്റ് ഉണ്ട്. ആ ബാൻഡ് സെറ്റിൽ 10-15ഓളം കുട്ടികളുണ്ട്. കുട്ടികളെ എഴുതാനും വായിക്കാനും അറിയാവുന്ന കുട്ടികളെയാണ് ഞങ്ങൾക്കൊരു നല്ല ബാൻഡ് സാറുണ്ട്. സാറിൻ്റെ നേതൃത്വത്തിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ വിരൽ കുത്തി ട്രംപറ്റ് വായിക്കുമ്പോൾ എഴുതാനും വായിക്കാനും സാധിക്കണം. അത് കുട്ടികൾക്ക് അറിയാവുന്നത് കൊണ്ട് നല്ല കൃത്യമായി കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒരു 25ഓളം പാട്ടുകൾ ഇപ്പോൾ കുട്ടികൾക്ക്, ഭക്തിഗാനങ്ങൾ കുട്ടികൾക്ക് വായിക്കാൻ അറിയാം. കൂടാതെ ധാരാളം സിനിമാ പാട്ടുകൾ വായിക്കാൻ അറിയാം. ഞങ്ങളിപ്പോൾ പെരുന്നാളുകൾക്കൊക്കെ പള്ളികളിൽ പോകാറുണ്ട്. എവിടെ വിളിച്ചാലും അവിടെയൊക്കെ കുട്ടികളുടെ ബാൻഡ് സെറ്റ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് കുട്ടികൾ ഇന്ന് തയ്യാറാണ്, ഇവിടെ റെഡിയാണ്. വളരെ മനോഹരമായ പ്രൊഫഷണലായി തന്നെ കുട്ടികൾക്ക് ബാൻഡ് വായിക്കാനായിട്ട് അറിയാം. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വികാസം ലക്ഷ്യമിട്ടുള്ള സമഗ്രമായ പഠന പദ്ധതിയാണ് എമ്മാവൂസ് വില്ല വിഭാവനം ചെയ്തിരിക്കുന്നത്. എമ്മാവൂസ് വില്ലയുടെ ഈ മാതൃക മറ്റ് വിദ്യാലയങ്ങൾക്ക് പുതിയൊരു ദിശാബോധം നൽകുന്നതാണ്.